ഒരു ദിവസം രാത്രി ഒരാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, നാളെ ടീച്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സെറ്റാക്കി തരാൻ പറ്റുമോ എന്ന്. പൊതുവേ ഓർഡേഴ്സൊക്കെ അർജൻറ്റായിട്ട് വരാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. പക്ഷേ ഈ പാതിരാത്രിക്ക് ഈ ഓർഡറായിട്ട് വന്നിരിക്കുന്ന ആളെ നമുക്ക് പിണക്കാനും പറ്റില്ല. സംഭവം എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആളുടെ ടീച്ചറിൻ്റെ പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നല്ലേ, ചെയ്തു തരാമെന്ന് ഞാനും അങ്ങ് സമ്മതിച്ചു. പക്ഷെ അതിന് ശേഷമാണ് അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതിപ്പോൾ നമ്മുടെ ടീച്ചറിൻ്റെ ഫോട്ടോ ആളുടെ കൈവശം ഇല്ല. ഞാൻ പിന്നെ എല്ലായിടത്തും ഒരേ തപ്പലായിരുന്നു ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി. അവസാനം നമ്മളത് തപ്പിപ്പിടിച്ച് ഒപ്പിച്ചെടുത്തു. അങ്ങനെ രാവിലെ ആൾ സന്തോഷത്തോടെ ആ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് ടീച്ചറിന് കൊടുത്തു. ടീച്ചർ ഭയങ്കര ഹാപ്പിയാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ സ്കൂൾ അടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കഥയാണ്. നമുക്ക് ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. പിന്നെ ഈ ഒരു ഫ്രെയിം ഒരു കുട്ടി ആളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്നതാണ്. ഇതും നമ്മൾ ഏകദേശം ആ ഒരു ടൈമിലൊക്കെ സെറ്റാക്കിയതാണ്. സത്യം പറഞ്ഞാൽ ഈ 2 ഫ്രെയിമിൻ്റെ കാര്യവും എനിക്ക് മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ആവശ്യത്തിന് ഗാലറി സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഈ 2 വീഡിയോസും എൻ്റെ കണ്ണിൽ പെട്ടത്. എന്നെ വെച്ച് താമസിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിവിടെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തത്. അല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ തപ്പിപ്പോകുന്ന സാധനമായിരിക്കില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് പണ്ടെപ്പോഴും നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വിടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.